Hi dears, I'm your teacher Amma and welcome back to my easy English class. ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് 4 തരം നാമങ്ങളെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവയെ പഠിച്ചു എങ്കിലും വിശദമായി പഠിച്ചിട്ടില്ല. ഇന്ന് വിശദമായാണ് പഠിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെയായിരുന്നു? ഒരു സൂത്രം പറഞ്ഞു തന്നിരുന്നില്ലേ? CPAC. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷും കൂടി. ആദ്യത്തെ നാമം, 4 നാമങ്ങളിൽ ആദ്യത്തെ നാമം കോമൺ നൗൺസ് ആണെന്ന് പറഞ്ഞല്ലോ. കോമൺ നൗൺസ് എന്ന് പറഞ്ഞാൽ പൊതുവായ നാമം, പൊതുവായ പേരുകൾ. കോമൺ നൗൺസ് ആർ ജനറൽ നെയിംസ് ഫോർ പീപ്പിൾ, പ്ലേസസ്, തിങ്സ് ഓർ ഐഡിയാസ്. കോമൺ നൗൺസ്, പൊതുനാമം എന്നത് പൊതുവായ പേരുകളാണ്. ഏതൊക്കെയാണ് പൊതുവായ പേരുകൾ? ജനങ്ങൾ, സ്ഥലങ്ങൾ, സാധനങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ, ഐഡിയകൾ. ഇവയ്ക്കൊക്കെ നമ്മൾ പൊതുവായ നാമം എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ബോയ്, ഗേൾ, ടീച്ചർ, ഡോക്ടർ, മദർ, ഫ്രണ്ട്, മ്യൂസിഷ്യൻ എക്സെട്ര. ഇങ്ങനെ പൊതുവായി നിൽക്കുന്ന വാക്കുകൾക്കാണ് പൊതുവാക്കുകൾ, പൊതുനാമങ്ങൾ അഥവാ കോമൺ നൗൺസ് എന്ന് പറയുന്നത്. കോമൺ നൗൺസ് ആർ ജനറൽ നെയിംസ് ഫോർ പീപ്പിൾ, പ്ലേസസ്, തിങ്സ് ഓർ ഐഡിയാസ്. ഫോർ എക്സാമ്പിൾ, ബോയ്, ഗേൾ, ടീച്ചർ, ഡോക്ടർ, മദർ, ഫ്രണ്ട്, മ്യൂസിഷ്യൻ എക്സെട്ര. ഒരേ ഇനത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരേ ഗണത്തിൽപ്പെട്ട ഇത്തരം വാക്കുകൾ കൂട്ടുകാർ കൂടുതലായി കണ്ടുപിടിക്കുമല്ലോ. അത്തരം ധാരാളം വാക്കുകൾ നമ്മൾ ദിവസേന പ്രയോഗിക്കുന്നുണ്ട്. അവയെല്ലാം കണ്ടുപിടിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷ് ഗ്രാമർ നോട്ടിൽ എഴുതി വെക്കുമല്ലോ. ഡോഗ്, കാറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ലയൺ, ടൈഗർ, ബീച്ച്, ഫോറസ്റ്റ്, ഹൗസ്, മൗണ്ടെയിൻ, അങ്ങനെ പോകുന്നു പൊതുവായ നാമങ്ങൾ. പൊതുവായ നാമങ്ങളിൽ അഥവാ കോമൺ നൗൺസിൽ ഐഡിയ എന്ന് പറയുന്ന ഒരു ഭാഗം. എന്താണ് ഐഡിയ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്? യെസ്, ഹാപ്പിനെസ്, സാഡ്നെസ്, ലവ്, ആങ്കർ, ഫ്രീഡം, നോളജ്, കറേജ്, ഇതൊക്കെയാണ് ഐഡിയ എന്ന ഭാഗത്ത് നമ്മൾ പൊതുനാമങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ. സാഡ്നെസ് അതൊരു ഫീലിംഗ് ആണ് അല്ലേ? ദുഃഖം. ഹാപ്പിനെസ് അതൊരു സന്തോഷമാണ്, അതൊരു ഫീലിംഗ് ആണ്, ഒരു ഐഡിയ ആണ്. അപ്പോൾ അതും കൂടി, അത്തരം വാക്കുകൾ കൂടി എക്സാമ്പിൾസ് ആയി എഴുതുമല്ലോ. 4 നാമങ്ങളിൽ രണ്ടാമത്തെ നാമമാണ് പ്രോപ്പർ നൗൺസ്. പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞാൽ സംജ്ഞാനാമം. സംജ്ഞാനാമം എന്താണ്? സംജ്ഞാനാമം ഒരു പ്രത്യേക പേര് അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രത്യേക സാധനം. ഇതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ ആയിട്ട് പഠിക്കുന്നത്. A proper noun is a specific name for a particular person, place or thing. ഒരു പ്രത്യേക വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയോ ഒരു സാധനത്തിന്റെയോ പേരാണല്ലോ പ്രോപ്പർ നൗൺ. സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. എപ്പോഴും ഇത്, ഓൾവേസ്, എപ്പോഴും ഇത് തുടങ്ങുന്നത് ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, രാമ, ഇന്ത്യ, ഗംഗ, എവറസ്റ്റ്, മാരുതി കാർ എക്സെട്ര. ഇതിന്റെ എല്ലാം ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആണെന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. രാമ ഒരു പ്രത്യേക വ്യക്തിയാണല്ലേ രാമ. ഇന്ത്യ ഒരു പ്രത്യേക പേരാണ്, ഒരു രാജ്യത്തിന്റെ പേരാണ്. ഗംഗ അതിനൊന്നും മാറ്റമില്ല, ഒരു ഗംഗ റിവർ എന്ന് പറഞ്ഞാൽ ഒരു ഗംഗാ നദി. എവറസ്റ്റ് കൊടുമുടി, എവറസ്റ്റ്. മാരുതി കാർ, ഇതിന്റെ എല്ലാം ഒരു പ്രത്യേക പേരുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതുപോലത്തെ കൂടുതൽ വാക്കുകൾ കണ്ടെത്തി നിങ്ങളുടെ ഗ്രാമർ നോട്ടിൽ എഴുതി വയ്ക്കുമല്ലോ. മൂന്നാമത്തെ വിഭാഗം അബ്സ്ട്രാക്ട് നൗൺസ് ആണ്. അമൂർത്തനാമം അല്ലെങ്കിൽ തത്വനാമം എന്ന് അറിയപ്പെടുന്നു. പേരുപോലെ തന്നെ ഇതിനെ നമുക്ക് തൊടുവാനോ കാണുവാനോ കഴിയുകയില്ല. വാട്ട് ഈസ് എൻ അബ്സ്ട്രാക്ട് നൗൺ? എന്താണ് ഒരു അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ? യെസ്, എ നൗൺ ഡിനോട്ടിംഗ് an ഐഡിയ, ക്വാളിറ്റി ഓർ സ്റ്റേറ്റ്. ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു അവസ്ഥ, ഇതിനെ സൂചിപ്പിക്കുന്ന നാമമാണ് അമൂർത്തനാമം അഥവാ അബ്സ്ട്രാക്ട് നൗൺസ്. എക്സാമ്പിൾ, ലവ്, ഫ്രീഡം, പീസ്, വെൽത്ത്, റിലിജിയൻ ആൻഡ് ആങ്കർ. നോക്കൂ, സ്നേഹം നമുക്കതിനെ കാണാനോ തൊടാനോ കഴിയുകയില്ല, പക്ഷെ നമ്മളത് അനുഭവിക്കുന്നു. ഫ്രീഡം സ്വാതന്ത്ര്യം, പീസ് സമാധാനം,
വെൽത്ത്, സ്വത്തും മുതലുമൊക്കെ. റിലീജിയൻ, മതം. ആങ്കർ, ദേഷ്യം. അപ്പം ഇങ്ങനെ ഓരോ ഐഡിയകളോ അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റികളോ അല്ലെങ്കിൽ ഒരു അവസ്ഥയെയോ സൂചിപ്പിക്കാൻ നമ്മൾ എബ്സ്ട്രാക്ട് നൗൺസ് ആണ് ഉപയോഗിക്കാറ്. കൂടുതൽ എബ്സ്ട്രാക്ട് നൗൺസിന് ഉദാഹരണങ്ങൾ കണ്ടെത്തി നോട്ട് ബുക്കിൽ കുറിക്കുമല്ലോ. 4ാമത്തെ വിഭാഗം കളക്റ്റീവ് നൗൺസ് ആണ്. കളക്റ്റീവ് നൗൺസ്. എന്താണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയാം. കൂട്ടായ നാമത്തിന് ഉദാഹരണമാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. എ സ്ലൈസ് ഓഫ് ബ്രെഡ്, എ കപ്പ് ഓഫ് ടീ, എ ജാർ ഓഫ് ഹണി, എ നെസ്റ്റ് ഓഫ് ഓൺസ്. അതായത് നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത് വെക്കുമല്ലോ, അപ്പോൾ അത് കുറേ കഷ്ണങ്ങളാണല്ലേ, കുറേ കഷ്ണങ്ങൾ കൂടിച്ചേർന്ന ഒരു ബ്രെഡ്. എ കപ്പ് ഓഫ് ടീ, ഒരു കപ്പ് ചായ. എ ജാർ ഓഫ് ഹണി, ഒരു ജാർ തേന്. എ നെസ്റ്റ് ഓഫ് ഓൺസ്, ഉറുമ്പുകളുടെ കൂട്. അപ്പോൾ ഇങ്ങനെ കൂട്ടായി വരുന്ന നാമമാണ് കളക്റ്റീവ് നൗൺസ്. ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ഒരേ തരത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെയോ വസ്തുക്കളെയോ ഒരുമിച്ച് സൂചിപ്പിക്കുന്ന പേരാണ് കളക്റ്റീവ് നൗൺസ്. എ കളക്റ്റീവ് നൗൺ ഇസ് എ വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആനിമൽസ് ഓർ തിങ്സ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഇതെല്ലാം കൂടി ഒറ്റ യൂണിറ്റ്, ഒരേ പദമായാണ് നമ്മളിവിടെ ഉപയോഗിക്കാറ്. കളക്റ്റീവ് നൗൺസിന് ഉദാഹരണങ്ങൾ കണ്ടെത്തി നോട്ട് ബുക്കിൽ കൂട്ടുകാർ കുറിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ 4 തരം നാമങ്ങളാണ് പഠിച്ചത്. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, എബ്സ്ട്രാക്ട് നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. CPAC എന്ന് നമ്മൾ എളുപ്പത്തിൽ ഓർക്കാൻ പഠിച്ചു. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, എബ്സ്ട്രാക്ട് നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നോട്ട് ബുക്കിൽ വൃത്തിയായി എഴുതി അതാത് ദിവസത്തെ ക്ലാസ് അതാത് ദിവസം തന്നെ പഠിക്കണേ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ ആം going to talk about my favorite singer. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്കിഷ്ടപ്പെട്ട പാട്ടുകാരനെ കുറിച്ചാണ്. Today I am going to talk about my favorite singer. My favorite singer is Kumar Sanu. My favorite singer is Kumar Sanu. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരന്റെ പേര് കുമാർ സാനു എന്നാണ്. He is an Indian playback singer. He is an Indian playback singer. He is the melody king of Bollywood. He is the melody king of Bollywood. He is an Indian playback singer. അദ്ദേഹം ഇന്ത്യയുടെ ഒരു സിനിമ പിന്നണി ഗായകനാണ്. He is the melody king of the Bollywood. ഹിന്ദി സിനിമാ ലോകത്തെ മെലഡി കിങ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. He was awarded the Padma Shri in 2009 by the government of India. He was awarded the Padma Shri in 2009. 2009 പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ആര്? by the government of India. India government. He is famous for singing thousands of Hindi super hit songs. He is famous for singing thousands of Hindi super hit songs. ഹിന്ദിയിലെ സൂപ്പർ ഹിറ്റ് സോങ്ങുകൾ പാടിക്കൊണ്ടാണ്, ആയിരക്കണക്കിന് സൂപ്പർ ഹിറ്റ് സോങ്ങുകൾ പാടിക്കൊണ്ടാണ് അദ്ദേഹം പേരെടുത്തത്, പ്രസിദ്ധി നേടിയത്. I like his songs very much, especially राह में उनसे मुलाकात हो गई from the film Vijay Path. I am going to sing that song for you. राह में उनसे मुलाकात हो गई, राह में उनसे मुलाकात हो गई, जिसे डरते थे वही बात हो गई. आहा हा 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 हा. ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ 6 സെന്റൻസ് ആണ് പഠിച്ചത്. ആ 6 സെന്റൻസും നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. അത് ഞാൻ ഇഷ്ടപ്പെട്ട ഗായകൻ ആവില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗായകനെ കുറിച്ച് നിങ്ങൾ ഇതുപോലെ വിവരിച്ച് എഴുതി പറഞ്ഞു നോക്കൂ. Can you describe about
Your favorite singer? My favorite singer is Kumar Sanu. He is an Indian playback singer. He is the melody king of Bollywood. He was awarded the Padma Shri in 2009 by the government of India. And he is famous for singing thousands of Hindi super hit songs. And I like Kumar Sanu very much. Dear friends, see you in the next class. Bye bye.